ഈ കാലഘട്ടത്തിലെ മനുഷ്യർ പട്ടത്തിൻ്റെ ചരട് ആരുടെ കയ്യിൽ, പട്ടം നമ്മളായി ഇങ്ങനെ പാറുമ്പോൾ, സ്വസ്ഥതയിലെ മനഃശാന്തിയിലെ പറന്ന് കളിക്കുമ്പോൾ, ആരോ നമ്മൾ നിയന്ത്രിക്കുന്നത് തോന്നലിൽ ഒരു നമ്മളെ മനസ്സിനോ നമ്മളെ ബുദ്ധിക്കോ യാതൊരു കൺട്രോൾ ഇല്ലാതെ പറക്കുമ്പോൾ, പറക്കാതെ തന്നെ പറയേണ്ടി വരും, ഒരു സ്വസ്ഥത ഇല്ലാതെ ഓടുകയാണ്. എന്തൊക്കെയോ എവിടേക്കോ എന്തെന്ന് വെച്ചോടുകയാണ്. സ്വർഗം വിചാരിച്ചോടുന്നു, നരകം വിചാരിച്ചോടുന്നു, അതുണ്ടാക്കണം വെച്ചോടുന്നു, ഇവിടെ വരണം വെച്ചോടുന്നു, എല്ലാം കൂടെ എടുത്തു വെച്ച് തലയിൽ വെച്ച് കൊണ്ടുവന്ന് വെച്ചോടുന്നു. ഓട്ടത്തോടോട്ടമാണ്, സ്വസ്ഥമില്ലാതെ ഓട്ടം. അപ്പോൾ നമുക്ക് വിവേകാനന്ദ സ്വാമിയെക്കുറിച്ച് പറയാം. വിവേകാനന്ദ സ്വാമികൾ ഒരു ദിവസം 400 പേജുള്ള പുസ്തകങ്ങൾ വായിച്ചിരുന്നു. ഈ പുസ്തകങ്ങളുടെ വരികൾ അദ്ദേഹത്തിന് കാണാപ്പാഠമായിരുന്നു. പഠിച്ച പോലെ തന്നെ ഒരൊറ്റ വായന ഉണ്ട്. അങ്ങോട്ട് വിവേകാനന്ദ സ്വാമികൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഇതെനിക്ക് മാത്രം കിട്ടുന്നതല്ല, പരമമായ ആത്മ സാക്ഷാത്കാരത്തിന് വേണ്ടി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും ഈ ജ്ഞാനം നേടാം. പിന്നെ വലിയ ജ്ഞാനവും ആത്മീയതയും കൈവരിക്കാം, അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ നമുക്കെല്ലാവരും അതൊക്കെ പറ്റും. നമ്മളിങ്ങനെ ഓടുകയാണ് എവിടെയൊന്നും എടുക്കാനുള്ള പോലെ. നമ്മളെ കയ്യിൽ തന്നെ സംഗതികൾ പലതും നേടിയെടുക്കാൻ നമുക്ക് തന്നെ ശാന്തമായിട്ട് പോകാനുള്ള വഴികളും അതിൻ്റെ ചെറിയൊരു പാർട്ട് എടുക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് പോയിക്കൂടെ. വിവേകാനന്ദ സ്വാമി 400 പേജുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വേറെ കുറച്ച് വായിച്ചാൽ കുറേ കിട്ടൂലേ. ഓക്കെ.